വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ പാർട്ടിസിപ്പേറ്ററി പ്ലാനിംഗ് ഇൻ കേരള. അതായത് കേരളത്തിലെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായിട്ട് ബേസിക്കായിട്ട് അറിയേണ്ട കാര്യങ്ങൾ. ഉറപ്പായും ഈ ഒരു സെഷനിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാകും നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന കണ്ടന്റ് വെച്ചിട്ട്. ഓക്കെ, എന്തൊക്കെയാണെന്നല്ലേ നമുക്ക് നോക്കാം. ഈ ഒരു ക്ലാസിന്റെ നോട്ട് എംഫേവർ ലേണിംഗ് ആപ്പിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. കൂടാതെ എംഫേവർ കേരള PSC എന്ന നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിന്ന് നേരിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇതിനായിട്ട് ടെലഗ്രാമിൽ എംഫേവർ കേരള PSC എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ കേരളവുമായി ബന്ധപ്പെട്ട് നമുക്ക് പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ജനകീയ ആസൂത്രണ പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കിയ ഒരു സംസ്ഥാനം, ആദ്യമായി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. ഇത് മാതൃകയാക്കിക്കൊണ്ടാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയും മറ്റും പിന്നീട് രാജ്യാന്തര മീൻസ് ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട് ഈ ഒരു പദ്ധതി. ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വിവിധ കാര്യപരിപാടികൾ, കുടുംബശ്രീ പോലുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളെല്ലാം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയെടുത്തു. അപ്പോൾ ജനകീയ ആസൂത്രണം അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ പറയുമ്പോൾ ജനകീയ ആസൂത്രണ ക്യാമ്പയിൻ മുതൽ തുടങ്ങണം. കാരണം LDF സർക്കാർ, അതായത് 1996 2001 കാലഘട്ടം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് നേതൃത്വം നൽകിയ LDF സർക്കാരായിരുന്നു. മുഖ്യമന്ത്രി EK നായനാർ. അപ്പോൾ ഇവരാണ് പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ അഥവാ PPC എന്ന് പറയും. അല്ലെങ്കിൽ മലയാളത്തിൽ പറയാം ജനകീയ ആസൂത്രണ ക്യാമ്പയിന് തുടക്കമിടുന്നത്. അപ്പോൾ ഇനി ഫാക്റ്റുകളായിട്ടുള്ള കാര്യങ്ങളാണ് PSCക്ക് ചോദിച്ചിട്ടുണ്ട്. ജനകീയ ആസൂത്രണം അവതരിപ്പിച്ചത് 1996 ഓഗസ്റ്റ് 17 കണ്ണൂർ ജില്ലയിൽ. ആ സമയം മുഖ്യമന്ത്രി ആയിരുന്നത് EK നായനാർ, ധനകാര്യ വകുപ്പ് മന്ത്രി T ശിവദാസ മേനോൻ, തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി. അപ്പോ ഇത് മൂന്നും PSC പരീക്ഷ, അതായത് ഇപ്പൊ പറഞ്ഞ ഈ 4 കാര്യങ്ങളും പരീക്ഷാ ചോദ്യങ്ങളായിരുന്നു. അവതരിപ്പിച്ചത് 96 ഓഗസ്റ്റ് 17 കണ്ണൂർ ജില്ലയിൽ. മുഖ്യമന്ത്രി ആയിരുന്നത് അദ്ദേഹമാണ് ഇത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് EK നായനാർ, ധനകാര്യ വകുപ്പ് മന്ത്രി T ശിവദാസ മേനോൻ, തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി. ഓക്കെ, അപ്പോ ഇനി ഏറ്റവും പ്രധാനം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇത് പലപ്പോഴും 96 എന്നും 97 എന്നും പറഞ്ഞ് നിങ്ങൾക്ക് തെറ്റിപ്പോകാറുണ്ട്. ശ്രദ്ധിക്കണം, 1996 2001 കാലഘട്ടമായിരുന്നു. അന്നത്തെ EK നായനാർ, അതായത് അവസാനത്തെ EK നായനാർ മന്ത്രിസഭയായിരുന്നു, അത് സർക്കാരായിരുന്നു. 96 അധികാരമേറ്റ ഉടൻ തന്നെ ഇത്തരത്തിൽ ഒരു ജനകീയ ആസൂത്രണ ക്യാമ്പയിനുമായിട്ട് അദ്ദേഹവും സർക്കാർ മുന്നോട്ട് പോയി. എന്നാൽ ഈ പറയുന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ട് കാര്യപരിപാടികൾ അല്ലെങ്കിൽ ഈ ഒരു ജനകീയ ആസൂത്രണം പീപ്പിൾസ് പ്ലാൻ പൂർണ്ണമായും നടപ്പിലാക്കപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9ാമത് പഞ്ചവത്സര പദ്ധതിയാണ്. അത് പക്ഷെ തുടങ്ങുന്നത് 97 മുതൽ 2002 വരെയാണ്. ശ്രദ്ധിക്കണം, 1997 2002 9ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് കേരളത്തിൽ ജനകീയ ആസൂത്രണം നടപ്പിലാക്കിയത് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോ പോയിന്റ് സ്പഷ്ടമാണ്. 1996 തദ്ദേശ ഭരണ വകുപ്പിന്റെയും സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ജനകീയ ആസൂത്രണ ക്യാമ്പയിന് തുടക്കമിട്ടത്. ജനകീയ ആസൂത്രണത്തിന്റെ 25ാമത് വാർഷികം കേരളത്തിൽ ആചരിച്ചത് 2021 ഓഗസ്റ്റ് 17. ആ സമയത്തെ PSC ചോദ്യമായിരുന്നു. ഇനി നമ്മുടെ കേരളത്തിൽ ജനകീയ ആസൂത്രണം നടപ്പിലാക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാ മലയാളികളെ വികസന കാര്യ പരിപാടികളിൽ
പങ്കാളികളാക്കുക, താഴെത്തട്ടിൽ വികസന ചർച്ചകൾ നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന പദ്ധതികൾ, അത്തരത്തിലുള്ള പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട സമിതികൾ, ഇവയെല്ലാം രൂപവൽക്കരിക്കുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് ജനകീയ ആസൂത്രണ പദ്ധതി കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പദ്ധതി നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചതോടുകൂടി സംസ്ഥാന വികസന ബഡ്ജറ്റിൻ്റെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് എവിടെ നിന്നാ ഫണ്ട് കിട്ടുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഒന്ന്, സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻറ്റുകൾ, സഹായ ഫണ്ടുകളായിട്ട്. രണ്ട്, അവർക്ക് തന്നെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, അതായത് ടാക്സ് റവന്യൂ ആയിട്ടും നോൺ ടാക്സ് റവന്യൂ ആയിട്ടും. ടാക്സ് റവന്യൂ ആണെങ്കിൽ വസ്തുവക, ഭൂമി എന്നിവയിൽ നിന്നും പിരിച്ചെടുക്കുന്ന കരം, അല്ലെ? നോൺ ടാക്സ് റവന്യൂ ആണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ പഠിച്ചു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വായ്പ നൽകുന്നു, അതിന്മേൽ ലഭിക്കുന്ന പലിശ, അത് നോൺ ടാക്സ് റവന്യൂ ആണ്. ഇത്തരത്തിൽ പല രീതിയിൽ അവർക്ക് ഫണ്ട് അവർ സ്വരുകൂട്ടുന്നുണ്ട്. അപ്പോൾ എന്നാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ ഇപ്പൊ വികസനത്തിനായിട്ട്, അതായത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വികസന ബഡ്ജറ്റിന്റെ, ഓക്കെ, സോ ബഡ്ജറ്റ് എന്ന് പറയുന്നത് തന്നെ വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുവയ്ക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ആ ബഡ്ജറ്റിന്റെ 35 മുതൽ 40% വരെ ഫണ്ടുകൾ പ്രാദേശിക അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന പരിപാടികൾക്കായിട്ട് സർക്കാർ നീക്കിവെച്ചു. PSC ചോദ്യം ഓപ്ഷൻ A 35%, ഇതാണ് PSC അംഗീകരിച്ചിട്ടുള്ളത് കേട്ടോ. പലയിടങ്ങളിലായിട്ട് 35 മുതൽ 40% എന്ന് പറയുന്നു. നമുക്ക് ഒരൊറ്റ ചോദ്യമായിട്ട് വന്നാൽ 35% കൊടുത്താൽ മതി. അപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന പരിപാടികൾക്കായി ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായി 1996 തന്നെ സർക്കാർ വികസന ബഡ്ജറ്റിന്റെ എത്ര ശതമാനം മാറ്റിവെച്ചു? 35 മുതൽ 40% വരെ മാറ്റിവെച്ചു. എന്നിട്ട് സർക്കാർ ഒരു നിബന്ധന വെച്ചു. അതായത് ഈ ഫണ്ടിന്റെ, അതായത് ഇപ്പോൾ ഒരു സംസ്ഥാന സർക്കാർ താഴെത്തട്ടിലേക്ക് ഒരു 1000 കോടി രൂപ കൊടുത്തു എന്ന് വിചാരിക്കുക. ആ 1000 കോടിയുടെ 90% ചെലവഴിക്കുന്നതിന് നിബന്ധനകൾ മുന്നോട്ട് വെച്ചു. 1000 കോടിയുടെ 90% എന്ന് പറഞ്ഞാൽ 900 കോടി, അല്ലെ? ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആകെ ഫണ്ടിന്റെ 90% ചെലവഴിക്കുന്നതിന് നിബന്ധനകൾ ഉണ്ടായിരുന്നു. അപ്പോൾ 1000 കോടിയുടെ 90% എന്ന് പറയുമ്പോൾ 900 കോടി രൂപ. ഇനി ഈ 900 കോടി രൂപയുടെ അറ്റ്ലീസ്റ്റ് 30%, അതായത് 30 അതിൽ കൂടുതലോ ശതമാനമെങ്കിലും ഉൽപാദന മേഖലകളിൽ ചെലവഴിക്കണം. ഓക്കെ, ഉൽപാദന മേഖല, അതായത് ഉൽപാദനം, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന മേഖലയിൽ, അതിന് വ്യവസായത്തിന് പ്രാധാന്യം നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ 30% കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾക്കായിട്ട് നിക്ഷേപിക്കരുത്. അതായത് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ പഞ്ചായത്ത് റോഡ്, പഞ്ചായത്ത് കലുങ്ക്, പാലം, അതുപോലുള്ള ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 30% എന്ന് പറഞ്ഞാൽ 30% എന്തിനായിട്ട് കൊടുക്കാം? ഉൽപാദന മേഖലകൾക്കായിട്ട് ചെലവഴിക്കാം. എന്നാൽ 30% വരെ മാത്രമേ, അതായത് 30% മാത്രം വരെ എന്തിനു വേണ്ടിയിട്ട് ചെലവഴിക്കാൻ പറ്റത്തുള്ളൂ? മാക്സിമം, അത് ക്യാപ്പ് ഇട്ടിട്ടുണ്ട്. എന്ത്? ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾക്കായുള്ള പരിപാടികൾക്ക് ഒരു ക്യാപ്പ് ഇട്ടിട്ടുണ്ട്. 30% അപ്പുറം പോകാൻ പാടില്ല. എന്നാൽ ഉൽപാദന മേഖലകളിൽ 30 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചെലവഴിക്കാം. അതുപോലെ സ്ത്രീകൾക്കായുള്ള വികസന പരിപാടികൾക്ക് അറ്റ്ലീസ്റ്റ് 10%, കുറഞ്ഞത് 10 അതിൽ കൂടുതലോ ശതമാനം ചെലവഴിക്കാം എന്ന വ്യവസ്ഥയും വെച്ചു. അപ്പൊ ശ്രദ്ധിക്കണം, ഒരു 1000 കോടി രൂപ സർക്കാർ അവരുടെ വികസന ബഡ്ജറ്റിൽ നിന്ന് പ്രാദേശിക സർക്കാരിന്റെ കാര്യപരിപാടികൾക്കായി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ 1000 കോടിയിൽ 900 കോടി, അതായത് 90% ഫണ്ടിന്റെ ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ നിബന്ധന മുന്നോട്ട് വെച്ചു. ആ 900 കോടിയുടെ കുറഞ്ഞത് 30%,
ഉൽപാദന മേഖലകളിലും പരമാവധി 30% വരെ മാത്രമേ അടിസ്ഥാന സൗകര്യങ്ങൾക്കും കുറഞ്ഞത് 10% സ്ത്രീകളുടെ വികസന പരിപാടികൾക്കുമായിട്ട് മാറ്റിവയ്ക്കണം. പ്രധാനമായിട്ടും കുടുംബശ്രീയാണ് പിന്നീട് ഇതിനായിട്ട് സ്ത്രീകളുടെ വികസന പരിപാടിയായിട്ട് അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയും കൂടിയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതോടെ ഭരണപരമായ അധികാര വികേന്ദ്രീകരണത്തോടൊപ്പം ധനപരമായ വികേന്ദ്രീകരണം ഉണ്ടായി. അപ്പോൾ ശ്രദ്ധിക്കണം, ഡീസെൻട്രലൈസേഷൻ അതങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലും ഫിനാൻഷ്യൽ തലത്തിലും ഈ പറയുന്ന ഡീസെൻട്രലൈസേഷൻ ഉറപ്പാക്കി എന്നുള്ളതാണ് സത്യം. ഓക്കെ, ശരി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് 73-ാമതും 74-ാമതും ഭരണഘടനാ ഭേദഗതി നിയമം നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നതോടുകൂടി ഈ പറയുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഭരണഘടനാ പദവി ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ജനകീയ ആസൂത്രണ പദ്ധതികൾക്ക് സംസ്ഥാനം എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തുന്നതിൻ്റെ കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ അഥവാ ജനകീയ ആസൂത്രണ ക്യാമ്പയിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെ വേഗത്തിൽ കേരളത്തിൽ ഈ പറയുന്ന താഴെത്തട്ടിൽ, അതായത് നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ശക്തി പ്രാപിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളം അതായത് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ശക്തി പ്രാപിക്കുന്നത് എന്തിലൂടെയാണ്? സംസ്ഥാനം അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് വകയിരുത്തുകയും ആ ഫണ്ട് മറ്റ് വികസന ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ സെമിനാറുകളും എല്ലാം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വികസന പദ്ധതികൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അവരുടേതായിട്ടുള്ള വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുവയ്ക്കുന്നു. ആ പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം ലഭിക്കുന്നു. അന്തിമ അംഗീകാരം ലഭിക്കുന്നതോടു കൂടിയാണ് ഈ പറയുന്ന താഴെ തട്ടിൽ കിടക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ വകയിരുത്തിയിരിക്കുന്ന പണം അവർക്ക് അനുയോജ്യമായ രീതിയിൽ എന്ത് ചെയ്ത് കിട്ടുന്നത്? ചാനലൈസ് ചെയ്ത് കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല 1000 കോടി രൂപ അത് കൃത്യമായിട്ട് ചാനലൈസ് ചെയ്ത് ഇന്ന പഞ്ചായത്തിനോ മുനിസിപ്പാലിറ്റിയിലോ കിട്ടണമെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള വികസന അജണ്ട ഉണ്ടായിരിക്കണം. ആ അജണ്ട പ്രകാരമുള്ള പദ്ധതി അവര് വാർഷിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു വാർഷിക പദ്ധതി അവര് തയ്യാറാക്കണം. ആ പദ്ധതിക്ക് അന്തിമ അംഗീകാരം ജില്ലാ ആസൂത്രണ സമിതി അഥവാ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി നൽകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ഫ്ലോ ചാർട്ട് പോലെ പഠിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ നാട്ടുകൂട്ടായ്മയിൽ നിന്ന് മുകളിലേക്ക്, ദാറ്റ് മീൻസ് ഇതൊരു ബോട്ടം ടു ടോപ്പ് അപ്രോച്ച് ആയിരുന്നു. കെട്ടിപ്പടുത്ത വികസന മാതൃകയായിരുന്നു അവലംബിച്ചത്. നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ പഠിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? സ്വാഭാവികമായിട്ടും പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ മേൽത്തട്ടിൽ എടുക്കുന്ന തീരുമാനങ്ങൾ താഴ്ത്തട്ടിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യും. ഇവിടെ താഴെത്തട്ടിൽ എടുക്കുന്ന തീരുമാനങ്ങൾ മേൽത്തട്ടിൽ അംഗീകാരം ലഭിക്കുകയാണ്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് പവർ എവിടെന്നാ? പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ 5 ഇയർ പ്ലാനിന്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ടോപ്പ്, ബോട്ടത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. എന്നാൽ ഇവിടെ ജനകീയ ആസൂത്രണ പദ്ധതിയിലൂടെ എന്ത് സംഭവിച്ചു? എല്ലാ മാതൃകയും തകിടം മറിച്ചു. അതായത് ഈ പറയുന്ന ഒരു അതേവരെ പഞ്ചവത്സര പദ്ധതിയുടെ ഒരു മാതൃക തന്നെ തകിടം മറിച്ചുകൊണ്ട് ഒരു ബോട്ടം ടു ടോപ്പ് അപ്രോച്ച് ആയിരുന്നു. താഴെത്തട്ടിൽ, അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ പഞ്ചായത്ത് സ്ഥലമാണെങ്കിൽ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രാമസഭയാണ്. മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി അർബൻ ലോക്കൽ ബോഡി അല്ലേ. അപ്പോൾ ഗ്രാമസഭ എന്ന് പറയേണ്ട വാർഡ് അല്ലെങ്കിൽ വാർഡ് സഭ എന്ന് പറയാം. ഇവിടങ്ങളിൽ എടുക്കപ്പെടുന്ന അല്ലെങ്കിൽ താഴെത്തട്ടിലെ തീരുമാനങ്ങളാണ് മേൽത്തട്ടിലേക്ക് ശുപാർശയായിട്ട് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ വെള്ളവും റോഡും ഉപജീവന സഹായങ്ങളുടെയും ഗുണഭോക്താക്കളെ താഴെത്തട്ടിൽ തീരുമാനിക്കപ്പെട്ടു. നാടിന്റെ വികസന ആസൂത്രണത്തിൽ എല്ലാ മലയാളികളും പങ്കാളികളായി. അപ്പോൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത് എവിടെയാ? നാടിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വിവിധ കാര്യപരിപാടികൾ, ക്ഷേമ പദ്ധതികൾക്ക് ഗുണഭോക്താക്കൾ, ബെനിഫിഷ്യറീസ് ആരാണ് എന്നതെല്ലാം ഗ്രാമസഭകളിലാണ് തീരുമാനിക്കപ്പെടുന്നത്. ഗ്രാമസഭകളിൽ. ഓക്കെ, ഈ ഗ്രാമസഭകളിൽ തീരുമാനിക്കപ്പെട്ടതിന് ശേഷമാണ് അവ മേൽത്തട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ എത്തരത്തിലുള്ള വികസന പരിപാടികൾ എങ്ങനെയൊക്കെ വളരെ പ്രായോഗികമായി നടപ്പിലാക്കാം എന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ മേൽത്തട്ടിൽ ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് ലെവലിൽ അവർ ചർച്ച ചെയ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇതിന് ഒരു അന്തിമ തീരുമാനമൊക്കെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്തിനായിരുന്നു നമ്മുടെ ജനകീയ ആസൂത്രണം മുന്നോട്ട് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചത്? തദ്ദേശ സ്ഥാപനങ്ങൾ സ്വയം ആസൂത്രണം നടപ്പിലാക്കുക. അതായത് തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അല്ലെങ്കിൽ ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾ, ഇവയുടെ സ്വയം പ്ലാനിങ്. അതായത് നമുക്കിപ്പോൾ ഒരു സ്റ്റേറ്റിന് ഒരു പ്ലാൻ ഉണ്ടാവും. സംസ്ഥാന പദ്ധതി, സംസ്ഥാനത്തിൻ്റെ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുവയ്ക്കുകയും അത് താഴെ തട്ടിൽ നടപ്പിലാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഹരിത കേരളം മിഷനൊക്കെ ഈ പറയുന്ന സംസ്ഥാന പദ്ധതിയാണ്. മേൽത്തട്ടിൽ തീരുമാനമെടുത്ത് താഴെത്തട്ടിലേക്ക് നടപ്പിലാക്കുന്നു. ജില്ലാ പദ്ധതി മേൽത്തട്ടിൽ ഒരു തീരുമാനമെടുത്ത് താഴെത്തട്ടിൽ നടപ്പിലാക്കുന്നു. അതേപോലെ തന്നെ പ്രാദേശിക പദ്ധതികൾ, പ്രാദേശിക പദ്ധതികൾക്ക് എല്ലാവിധ സഹായങ്ങളും ശക്തിയും പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജനകീയ ആസൂത്രണം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ജനകീയ ആസൂത്രണം. അപ്പോൾ പ്രാദേശിക സർക്കാരുകൾ പ്രധാനമായിട്ടും ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അവർക്ക് അവരുടേതായിട്ടുള്ള ഫണ്ടുണ്ട്, അവരുടേതായിട്ടുള്ള ബഡ്ജറ്റ് ഉണ്ട്. ആ ഫണ്ട് ബഡ്ജറ്റും കരുതി വെച്ച് അതിൻ്റെതായ അടിസ്ഥാനത്തിൽ അവരുടേതായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കാം. പദ്ധതികൾ അല്ലെങ്കിൽ പ്ലാൻ, അതാണ് സ്വയം പദ്ധതികൾ തയ്യാറാക്കാം. ഇനി സ്വയം ആസൂത്രണം ചെയ്യുക, ജനങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുക, വികസന പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുക, പ്രാദേശിക വിഭവങ്ങൾ വിലയിരുത്തുക. പ്രാദേശിക വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സസ് ആണ്. സാധ്യമായ വികസന പദ്ധതികൾ ഉണ്ടാക്കുകയും ഇവയെല്ലാം പ്രാദേശിക പഞ്ചവത്സര പദ്ധതിയിലേക്ക് മുൻഗണന നൽകി സംയോജിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ജനകീയ ആസൂത്രണത്തിന്റെ പ്രധാന ആശയം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിക്കൊള്ളാം. താഴെത്തട്ടിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നു. വികസന കാര്യ പരിപാടികൾക്ക് താഴെത്തട്ടിൽ തന്നെ ചർച്ചകൾക്ക് തുടക്കമിടുന്നു. ആരാകണം ക്ഷേമ പദ്ധതികളുടെ ബെനിഫിഷ്യറീസ് അല്ലെങ്കിൽ ഗുണഭോക്താക്കൾ എന്ന് താഴെത്തട്ടിൽ തീരുമാനിക്കപ്പെടുന്നു. അതായത് ഗ്രാമസഭ. ഗ്രാമസഭയിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളാണ് തദ്ദേശ സ്ഥാപനങ്ങൾ അന്തിമമായിട്ട് പരിഗണിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോഴേക്കും ഏറ്റവും താഴെ ഗ്രാമസഭ, വാർഡ് സഭ. ഇനി തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ആരാ? പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. ഓക്കെ, നോക്കിക്കോളാം. അതിനേക്കാൾ മേലെയാണ് നമ്മുടെ ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, അതുപോലെ അതിൻ്റെ മേലെയാണ് സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ ഒരു ഫ്ലോ ചാർട്ട് നോക്കിക്കൊള്ളുക. അപ്പോൾ എവിടെയാണ് തീരുമാനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്? സ്വാഭാവികമായിട്ടും ഗ്രാമസഭ കൂടിയാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം കണക്കിലാക്കുന്നത്. ആ റിപ്പോർട്ട് ഇപ്പോൾ ഗ്രാമമാണെങ്കിൽ ഗ്രാമസഭ, നഗരമാണെങ്കിൽ വാർഡ് തലത്തിൽ അല്ലെങ്കിൽ വാർഡ് സഭ എന്ന് പറയാം, വാർഡ് കമ്മിറ്റി. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് എങ്ങോട്ടേക്ക് പോകുന്നു? ഗ്രാമസഭയിൽ നിന്നുള്ളത് ഗ്രാമപഞ്ചായത്തിലേക്ക്, വാർഡിൽ നിന്നുള്ളത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ കോർപ്പറേഷനിലേക്ക് പോകുന്നു. അവിടെ നിന്ന് മേൽത്തട്ടിലേക്ക് പോകുന്ന അടുത്ത ലെവൽ എന്ന് പറയുന്നത് ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലേക്കാണ്. ഓക്കെ, സോ ഈ ഒരു ഫ്ലോ ചാർട്ട് മനസ്സിലാക്കിക്കൊള്ളാം. ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കേന്ദ്രീകൃത ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയായ കുടുംബശ്രീ, EMS ഭവന പദ്ധതി, കേരള ഭക്ഷ്യസുരക്ഷാ പദ്ധതി എന്നിവ അവതരിപ്പിക്കപ്പെട്ടു. നമ്മൾ ജനകീയ ആസൂത്രണം ആരംഭിക്കുന്നത് 1996 1996 മുതൽ 2001 വരെ ആയിരുന്നു EMS സർക്കാർ. അപ്പോൾ LDF 2001 അവരുടെ ഭരണം അവസാനിച്ചു. തുടർന്ന് 2001 മുതൽ 2006 വരെ UDF സർക്കാരായിരുന്നു. AK ആന്റണി മുഖ്യമന്ത്രിയായി.
അല്ലേ? തുടർന്ന് അദ്ദേഹം മുഖ്യമന്ത്രി പദവി രാജിവെച്ച് ഉമ്മൻചാണ്ടി അവസാനത്തെ 2 വർഷം കണ്ടോ മുഖ്യമന്ത്രിയായിട്ട് നിന്നു. ഓക്കെ, അപ്പോൾ 2001 വരെയും പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ അഥവാ ജനകീയ ആസൂത്രണ ക്യാമ്പയിൻ എന്ന പേരിൽ തന്നെയാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ UDF സർക്കാർ വന്നതോടുകൂടി കേരള വികസന പരിപാടി എന്ന് ഇത് അറിയപ്പെടുകയുണ്ടായി. ജനകീയ ആസൂത്രണ ക്യാമ്പയിൻ എന്നുള്ള പേര് നൽകിയിരിക്കുന്ന LDF സർക്കാരാണല്ലോ, അതിന് പകരം കേരള വികസന പരിപാടി എന്ന് അറിയപ്പെട്ടു. ഓക്കെ, അപ്പോൾ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ 6 വിവിധ ഘട്ടങ്ങൾ, അതായത് നമ്മുടെ നാട്ടിൽ ജനകീയ ആസൂത്രണ പദ്ധതി നടപ്പിലാക്കപ്പെട്ട രീതികളാണ് മനസ്സിലാക്കേണ്ടത്. ഘട്ടം 1 ഗ്രാമസഭ മീറ്റിംഗ്. നിയോജക മണ്ഡലങ്ങളിൽ, എന്താണ് നിയോജക മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ അസംബ്ലി. ഇപ്പം ഞാൻ താമസിക്കുന്നത് വട്ടിയൂർക്കാവ് അസംബ്ലിയിലാണ്. ദാറ്റ് മീൻസ് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം. അങ്ങനെ നിങ്ങൾക്ക് ഓരോ MLA ഉണ്ടാവുമല്ലോ, MLA മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ആ അസംബ്ലിയാണ് കേട്ടോ. നിയോജക മണ്ഡലങ്ങളിൽ ജനപ്രതിനിധികൾക്കും സന്നദ്ധ പ്രവർത്തകർക്കും വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഗ്രാമസഭകളും വാർഡ് സഭകളും സംഘടിപ്പിക്കുന്നതിനായുള്ള പരിശീലനമാണ് ആദ്യഘട്ടത്തിൽ നൽകുന്നത്. അപ്പോൾ 96 നടപ്പിലാക്കപ്പെട്ട ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് അസംബ്ലികളിൽ, നിയോജക മണ്ഡലങ്ങളിൽ വിവിധ ജനപ്രതിനിധികൾ ഉണ്ടാവും, അല്ലെ? ഒരുപാട് ജനപ്രതിനിധികൾ ഉണ്ടാവും, സന്നദ്ധ പ്രവർത്തകരുണ്ടാവും. ഇവർക്കെല്ലാവർക്കും ഒരു ബേസിക് ട്രെയിനിങ് കൊടുത്തു. എന്താ, എങ്ങനെയാ ഒരു ഗ്രാമസഭ അല്ലെങ്കിൽ എങ്ങനെയാ ഒരു വാർഡ് സഭ അല്ലെങ്കിൽ വാർഡ് കമ്മിറ്റി സംഘടിപ്പിക്കുന്നത് എന്നതിനെ പറ്റി. ഓക്കെ, തുടർന്ന് വികസന സെമിനാറുകൾ. ഓക്കെ, വികസന സെമിനാറുകളാണ് ഘട്ടം 2 എന്ന് പറയുന്നത്. വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ വിശദമായ വികസന റിപ്പോർട്ടുകൾ ഗ്രാമസഭ തയ്യാറാക്കും. അപ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അന്തിമ ബെനിഫിഷ്യറീസ് ആരൊക്കെ ആയിരിക്കണം, ഗുണഭോക്താക്കൾ ആരൊക്കെ ആയിരിക്കണം, ഒരു നാടിന് വേണ്ടിയിട്ടുള്ള വികസനങ്ങൾ എന്തൊക്കെ ആയിരിക്കണം, അതിൻ്റെ നല്ല വശം ദോഷവശങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് ഘട്ടം 1 ഗ്രാമസഭാ മീറ്റിങ്ങിലൂടെയാണ്. അപ്പോൾ അത്തരത്തിലൊരു ചർച്ച കഴിഞ്ഞാൽ ആ ചർച്ചയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് വേണമല്ലോ, അത് ഗ്രാമസഭ തയ്യാറാക്കും. ഈ റിപ്പോർട്ടുകൾ വച്ച് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തലങ്ങളിൽ വികസന സെമിനാറുകൾ നടക്കും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ ആദ്യം പറഞ്ഞത് ഗ്രാമസഭ മീറ്റിംഗ് ആണ്. ഒരു ഗ്രാമമാണെങ്കിൽ ഗ്രാമസഭ, നഗരമാണെങ്കിൽ നമ്മുടെ എന്താണ് വാർഡ് സഭയാണ് നടക്കുന്നത്. അവിടെ വെച്ചാണ് തീരുമാനങ്ങൾ കണക്കിലെടുക്കുന്നത്. തുടർന്ന് ആ തീരുമാനങ്ങൾ റിപ്പോർട്ടാക്കുന്നു. ഗ്രാമസഭ രണ്ടാം ഘട്ടത്തിൽ എന്ത് സംഭവിക്കും? ഗ്രാമസഭ ഈ റിപ്പോർട്ട് നൽകുന്നത് ഗ്രാമപഞ്ചായത്തിനാണ്. തദ്ദേശ ഭരണ സ്ഥാപനമാണ് ഗ്രാമപഞ്ചായത്ത്. ഇനി വാർഡ് സഭ അവരുടെ റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആർക്കാണ്? മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ. വാർഡുകൾ രൂപവൽക്കരിക്കുന്നത് അർബൻ ഏരിയയിലാണ് എന്നുള്ളത് കൊണ്ട് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷന് നൽകുന്നു. ഇനി എന്തായാലും റിപ്പോർട്ട് വന്നല്ലോ. ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച, ഇന്ന കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ എവിടെ നടക്കപ്പെടുന്നു? ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നീ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? വികസന സെമിനാർ എന്ന പേരിൽ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നടന്നു. ഓക്കെ, സോ അതിനുശേഷം പ്രാദേശിക തലത്തിലുള്ള പദ്ധതികളും ആശയങ്ങളും ഇവിടെ രൂപവൽക്കരിക്കും. ഒരു പ്രദേശത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ എന്താണ്, ആശയങ്ങൾ മറ്റുമെല്ലാം ഈ പറയുന്ന ഘട്ടം 2 രൂപവൽക്കരിക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ സെമിനാറിൽ ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട്. വിദഗ്ധരായ പല ആളുകളും പങ്കെടുത്തിട്ടുണ്ട്. സാമ്പത്തിക വിദഗ്ധരൊക്കെയാണ്, മറ്റ് ടെക്നിക്കലി വശമുള്ള ആൾക്കാരുമുണ്ട്. ഈ ഒരുപാട് വികസന പദ്ധതികളൊക്കെ ഉണ്ട്. സോ പല എഞ്ചിനീയേഴ്സും ഒക്കെ ഇതിൽ പങ്കാളിത്തം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഘട്ടം 3 വന്നു, ടാസ്ക് ഫോഴ്സ്. വികസന സെമിനാറുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത വിദഗ്ധരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത്.
വാർഷിക പദ്ധതിക്കായി വിശദമായ നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള ചുമതല ടാസ്ക് ഫോഴ്സിനായിരുന്നു. ഓക്കെ, അതായത് എന്താണ്, ആരാ വികസന സെമിനാറുകൾ നടത്തിയിരിക്കുന്നത്? അതായത് താഴെ തട്ടിലുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഘട്ടം 3 ടാസ്ക് ഫോഴ്സിലെത്തി. ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത് സെമിനാറിൽ പങ്കെടുത്ത വിദഗ്ധരെയാണ് ഈ ടാസ്ക് ഫോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തിനാ? ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ആണെന്ന് വിചാരിക്കുക. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കീഴിൽ പല വാർഡ് കമ്മിറ്റികളും നൽകിയിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂക്ഷ്മമായി പഠിച്ച് ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷന്, അതായത് പല വാർഡിൽ നിന്നിപ്പോൾ പൂജപ്പുര വാർഡുണ്ടാകാം, കരമന വാർഡ്, പാങ്ങോട് വാർഡ്, ശാസ്തമംഗലം വാർഡ്, അങ്ങനെ ഒരുപാട് 100 വാർഡുകളുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 100 വാർഡുകളുണ്ട് അല്ലേ? അപ്പോൾ ഈ 100 വാർഡുകളുടെയും വികസന പദ്ധതികൾ കൃത്യമായി എന്താണ് ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിശദമായ നിർദ്ദേശങ്ങളും മറ്റുമെല്ലാം എന്ത് ചെയ്യും? ടാസ്ക് ഫോഴ്സ് സെറ്റ് ചെയ്യും. ഇതൊക്കെ ഫീസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം കൃത്യമായിട്ട് ഫീസിബിൾ ആണെങ്കിൽ അത്തരത്തിൽ ഫീസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് എടുത്ത് നമ്മുടെ ആദ്യം പറഞ്ഞില്ലേ, ഇപ്പം ഗ്രാമപഞ്ചായത്താണെങ്കിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വാർഷിക പദ്ധതി, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ വാർഷിക പദ്ധതി, കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ്റെ വാർഷിക പദ്ധതിക്കായിട്ട് ഒരു നിർദ്ദേശങ്ങൾ, ഒരു നല്ല ഒരു കെട്ട് നിർദ്ദേശങ്ങൾ എങ്ങോട്ടേക്ക് ടാസ്ക് ഫോഴ്സ് സമർപ്പിക്കും. അപ്പോൾ ഈ പറയുന്ന ടാസ്ക് ഫോഴ്സ് തിരുവനന്തപുരം കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ 100 വാർഡുകളിൽ നിന്നും കിട്ടിയ വികസന പദ്ധതികളുടെ റിപ്പോർട്ടുകളും മറ്റുമെല്ലാം പഠിച്ച് ഫീസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തി ഒരു തിരുവനന്തപുരം കോർപ്പറേഷന് വേണ്ടിയിട്ട് ഒരു വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും സഹായങ്ങളും കൊടുക്കും. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ വന്നിട്ട് ഇത്തരത്തിൽ ഈ പറയുന്ന നമ്മുടെ വാർഷിക പദ്ധതി ഇങ്ങനെയൊക്കെയാണ്, ഈ പറയുന്ന വാർഡിന് ഇത്ര രൂപ അനുവദിച്ചിരിക്കുന്നു, ഈ പറയുന്ന വാർഡിൻ്റെ കലുങ്ക് നിർമ്മാണത്തിന് വേണ്ടി ഇത്ര മാറ്റിവെക്കുന്നു, അതാ റോഡ് ഇതാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർഷിക പദ്ധതി തയ്യാറാക്കണം. ആ പദ്ധതി തയ്യാറാക്കാൻ സഹായിക്കുന്നത് ഘട്ടം 3 ടാസ്ക് ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഘട്ടം 4 പ്ലാൻ ഡോക്യുമെന്റ് അഥവാ പദ്ധതി രേഖ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് താഴെ തട്ടിലുള്ള, ഓക്കെ, നമുക്ക് 3 ടയർ സിസ്റ്റമാണ് അറിയാലോ. താഴെത്തട്ടില് ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സംവിധാനമാണെങ്കിൽ 3 ടയർ സംവിധാനമാണ്. താഴെത്തട്ടിൽ പഞ്ചായത്ത്, അതിൻ്റെ മേൽത്തട്ടിൽ ബ്ലോക്ക് സമിതി അഥവാ ബ്ലോക്ക് പഞ്ചായത്ത്, മേൽത്തട്ടിൽ ഏറ്റവും മേൽത്തട്ടിലാണ് ജില്ലാ പഞ്ചായത്ത് വരുന്നത്. അപ്പോൾ ഭരണ സ്ഥാപനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവ കൗൺസിൽ യോഗങ്ങൾ നടത്തി ആ കൗൺസിലിന് നേതൃത്വം നൽകുന്ന മേയർ ആയിരിക്കും. അവരുടേതായ വാർഷിക പദ്ധതി രേഖയ്ക്ക് അന്തിമ രൂപം നൽകുന്നു. അപ്പോൾ ഈ പറയുന്ന വാർഷിക രേഖ പദ്ധതി തയ്യാറാക്കാൻ വരെ സഹായിച്ചത് ആരാണ്? ഘട്ടം 3 ടാസ്ക് ഫോഴ്സ് ആണ്. അപ്പോൾ വിവിധ വാർഡുകളിൽ എന്തൊക്കെ പദ്ധതികൾ അന്തിമമായിട്ട് ഒരു രൂപം നൽകിയിട്ടുണ്ട് എന്നറിയണമെങ്കിൽ ഈ പറയുന്ന കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അതുമല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ആനുവൽ പ്ലാൻ ഡോക്യുമെന്റ് നോക്കിയാൽ മതി. അപ്പോൾ ഘട്ടം 4 എന്ന് പറയുന്നത് പദ്ധതി രേഖ അഥവാ പ്ലാൻ ഡോക്യുമെന്റ് ആണ്. ഇനി ഘട്ടം 5 എന്ന് പറയുന്നത് ബ്ലോക്ക് സമിതി അഥവാ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് പദ്ധതികളാണ്. അപ്പോൾ താഴെ തട്ടിൽ നിന്നുള്ള പദ്ധതി നിർദ്ദേശങ്ങൾ സംയോജിപ്പിച്ച് അനുബന്ധമായി ബ്ലോക്ക് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തുകൾ അവരുടേതായിട്ടുള്ള വാർഷിക പദ്ധതി രേഖയ്ക്ക് അന്തിമ രൂപം നൽകി. അപ്പോൾ ഘട്ടം 4 ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസൃതമാക്കി ടാസ്ക് ഫോഴ്സിന്റെ സഹായത്തോടു കൂടി ഘട്ടം 4 ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവർ അവരുടേതായിട്ടുള്ള ഒരു ആനുവൽ പ്ലാൻ ഡോക്യുമെന്റ് തയ്യാറാക്കി. ഓക്കെ, ഇനി ഘട്ടം 5 എന്ന് പറയുന്നത് ഇവരുടെ എല്ലാവരുടെയും താഴെത്തട്ടിലുള്ള ഇവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവർ അവരുടേതായിട്ടുള്ള ഒരു പ്ലാൻ ഡോക്യുമെന്റും കൂടി തയ്യാറാക്കപ്പെടുന്നു. ഓക്കെ,
ഘട്ടം 6 അവസാനത്തെ ഘട്ടമാണ്. ജില്ലാ ആസൂത്രണ സമിതികൾ അഥവാ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റീസ്. ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അത് എടുക്കും. കാരണം ആർട്ടിക്കിൾ 243(d) പ്രകാരം ദാറ്റ് മീൻസ് നമ്മുടെ ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243(d) പ്രകാരം എല്ലാ സംസ്ഥാനങ്ങളിലും ജില്ലാ ആസൂത്രണ സമിതികൾ സ്ഥാപിക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ജില്ലാ ആസൂത്രണ സമിതികൾ എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്. ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റീസ് അഥവാ DPC. ഇവയുടെ കോമ്പോസിഷൻ വിവിധ സംസ്ഥാനങ്ങളിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇവയുടെ കോമ്പോസിഷൻ എങ്ങനെ ആയിരിക്കണം, എത്ര പേരുണ്ടായിരിക്കണം, ഇവരിൽ എത്ര പേർ ഈ പറയുന്ന രീതിയിൽ എങ്ങനെ ഉൾപ്പെടുത്തണം എന്നതിനെ പറ്റിയൊക്കെയുള്ള തീരുമാനങ്ങൾ സംസ്ഥാന നിയമസഭയ്ക്ക് തീരുമാനിക്കാം എന്നതിൻ്റെ ഒരു ഇതും കൂടി പ്രൊവിഷൻ കൂടി ഭരണഘടനയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജില്ലയിലെ ഓരോ തദ്ദേശ സ്ഥാപനത്തിൻ്റെയും പദ്ധതി നിർദ്ദേശങ്ങൾ പരിശോധിച്ച് വിവിധ മേഖലകളിലെ സാങ്കേതിക വിദഗ്ധ സംഘങ്ങളുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചു ഘട്ടം 4 ഉണ്ടായ പ്ലാൻ ഡോക്യുമെന്റ്, ഘട്ടം 5 പ്ലാൻ ഡോക്യുമെന്റ്. ഇവയെല്ലാം കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി എന്ത് ചെയ്യുന്നു, അവസാനമായിട്ട് ഒരു പ്ലാനാണ് മുന്നോട്ട് കൊണ്ടുവച്ചിരിക്കുന്നത്. ഇവരെല്ലാവരും ഒരു പ്ലാൻ ഡോക്യുമെന്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ പ്ലാൻ ഡോക്യുമെന്റ് അന്തിമമായിട്ട് ആരംഗീകരിക്കണം? താഴെത്തട്ടിൽ അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള ഈ പറയുന്ന പ്ലാൻ ഡോക്യുമെന്റ്സ് അന്തിമമായിട്ട് അംഗീകരിക്കേണ്ട ഭരണഘടനാ സ്ഥാപനമാണ് ജില്ലാ ആസൂത്രണ സമിതികൾ. അപ്പോൾ അന്തിമ അംഗീകാരം നൽകുന്നു. ചുമ്മാ അങ്ങ് അംഗീകാരം കൊടുക്കത്തില്ല. ഇതെല്ലാം വായിച്ച് പഠിച്ച് അവരുടേതായിട്ടുള്ള വിദഗ്ധരുടെയും കൂടി നിർദ്ദേശങ്ങൾ പാലിച്ചിട്ട് ഈ പറയുന്ന അന്തിമ അംഗീകാരം ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി കൊടുക്കത്തുള്ളൂ. ഓക്കെ, ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി ഒരു തദ്ദേശ ഭരണ സ്ഥാപനമല്ല. ഓക്കെ, അത് മനസ്സിലായിക്കൊള്ളണം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇത് ആർട്ടിക്കിൾ 243(d) പ്രകാരം രൂപവൽക്കരിക്കപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഓക്കെ, അപ്പോൾ ഈ ജില്ലാ ആസൂത്രണ സമിതി അംഗീകരിച്ചാൽ മാത്രമേ, ഇവരുടെ പ്ലാൻ ഡോക്യുമെന്റ് അംഗീകരിച്ചാൽ മാത്രമേ ഫണ്ട് ചാനലൈസ് ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവരുടെ അംഗീകാരത്തിന് ശേഷമാണ് പദ്ധതികളുടെ വികസനങ്ങൾക്കുള്ള ഫണ്ട് ലഭ്യമാക്കുന്നത് എന്നത് കൂടി മനസ്സിലാക്കണം. മനസ്സിലായോ? ഇനി പറയുന്ന ഫണ്ട് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? സ്വാഭാവികം സർക്കാരിൻ്റെ കയ്യിൽ തന്നെയാണ്. സർക്കാർ അത് 35 മുതൽ 40% വരെ നീക്കി വെച്ചിട്ടുണ്ട്. ആ ഫണ്ട് തദ്ദേശ ഭരണ വകുപ്പിൻ്റെ കൈകളിലാണ്. തദ്ദേശ ഭരണ വകുപ്പ് ഈ പറയുന്ന പ്ലാനുകൾ ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി, ജില്ലാ ആസൂത്രണ സമിതി അംഗീകരിച്ചിട്ടുണ്ട്. സോ ഈ പറയുന്ന പദ്ധതിക്കായിട്ട് ഇത്ര ഫണ്ട് ചാനലൈസ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഫൈൻ. അപ്പോൾ ഫണ്ട് അലോട്ട് ചെയ്യുന്നത് വകുപ്പാണ്, തദ്ദേശ ഭരണ വകുപ്പാണ്. എന്നാൽ പദ്ധതി അംഗീകാരം എവിടെ ലഭിക്കുന്നു? ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി അഥവാ ജില്ലാ ആസൂത്രണ സമിതി. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഈ ഒരു സെഷനിൽ നമുക്ക് ഇത്രയാണ് പഠിക്കേണ്ടത്. ഇങ്ങനെയായിരുന്നു നമ്മുടെ നാട്ടിൽ ജനകീയ ആസൂത്രണം നടപ്പിലാക്കി വിജയകരമായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജനകീയ ആസൂത്രണ ക്യാമ്പയിൻ എന്നുള്ള പേരിലൊന്നും പറയുന്നില്ല. അതിപ്പോൾ ഓൾറെഡി നമ്മുടെ നാട്ടിൽ പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ് വിജയകരമായി അതിൻ്റെ ഭാഗമായിട്ട് നാട്ടിൽ പലതരത്തിൽ ഇപ്പോൾ കുടുംബശ്രീ പോലുള്ള പദ്ധതികളൊക്കെ അവതരിപ്പിച്ചു. വളരെ സക്സസ്ഫുൾ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അടുത്ത സെഷനിൽ വീണ്ടും കാണാം. നന്ദി.